ബിഗ് ബോസ് എന്തിനാണ് 3 ക്യാപ്റ്റന്മാരെ ആക്കിയതെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. ഇനി ബിഗ് ബോസിന്റെ ഉദ്ദേശം എന്താണ്? അക്ബറിനെ ക്യാപ്റ്റൻസി കൊടുക്കാനാണോ, അതോ 3 പേർ കൂടിയിട്ട് ഏറ്റവും നന്നായിട്ട് ഈ ആഴ്ച ബിഗ് ബോസ് വീട് ഭരിച്ചു എന്ന് കാണിക്കാനാണോ എന്നൊക്കെ നല്ല സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കാര്യത്തിന്റെ സത്യാവസ്ഥ മനസ്സിലായത്. ബിഗ് ബോസിന്റെ ഉദ്ദേശം അതൊന്നും ആയിരുന്നില്ല മക്കളെ. അവിടെ 3 പേരെ എക്സ്പോസ് ചെയ്യുക എന്നതായിരുന്നു ബിഗ് ബോസിന്റെ ലക്ഷ്യം. ഇപ്പൊ ഈ 3 കൂടിയിട്ട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ 3 ഗുണ്ടകളുടെ വിളയാട്ടമാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സാധിക്കുന്നത്. ഇപ്പൊ തുടർന്നും അത് തന്നെയാണ്, ഇന്നും അത് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 3 ഗുണ്ടകൾക്ക് നേതൃത്വം നൽകുന്നത് നെവിനും അതിനെ ചുക്കാൻ പിടിക്കുന്ന 2 പേര് അക്ബറും ആര്യനും. അങ്ങനെ 3 ഗുണ്ടകളും ചേർന്നിട്ട് ബിഗ് ബോസ് വീട്ടിൽ ഗുണ്ടകളുടെ വിളയാട്ടം നടത്തി മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ നെവിൻ ബെഡിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അവിടെ അനുമോൾക്ക് കിടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അനുമോള് അതിനുശേഷം വന്ന് കിടന്നത് എവിടെയാണെന്ന് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആര്യം വന്നിട്ട് അക്ബറിന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല, നെവിൻ വെള്ളം ഒഴിച്ചത് കൊണ്ട് പ്രേക്ഷകരുടെ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് അനുമോള് എവിടെ കിടക്കുന്നതാണ് നീ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യും? അപ്പൊ അക്ബർ എന്താണ് മനസ്സിലായില്ല, എവിടെയാണ് കിടക്കേണ്ട? അപ്പോൾ ആര്യ പറയുന്നുണ്ട്, അനുമോള് ആ നനഞ്ഞ ബെഡിൽ കിടക്കുന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ അവള് മുഴുവൻ തപ്പിയിട്ടും കണ്ടില്ലടാ. പിന്നെ തപ്പിയപ്പോൾ ദേ ഇവിടെ സോഫയുടെ ബാക്കിൽ വന്ന് കിടക്കുന്നു. അത് കണ്ടപ്പോൾ അക്ബർ നോക്കിയിട്ട് പറയുന്നുണ്ട്, ചോ പാവണ്ട് എന്തൊക്കെ കാണിച്ചു കിട്ടുന്നു, അവള് വിന്നർ ആയിക്കോട്ടെടാ എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ അട്ട കളിയാക്കുന്നുണ്ട്. എന്നിട്ട് ഇവര് തന്നെ വന്നിട്ട് സോഫയുടെ ബാക്കിൽ നോക്കിയിട്ട് പറയാണ് ഇവിടെ ക്യാമറകൾ ഒന്നുമില്ലാന്ന്. അപ്പോൾ ക്യാമറകൾ ഒന്നുമില്ലാത്തടത്തും അവിടെ ഞാനിവിടെ കെടുക്കുന്നുണ്ടെന്ന് ആരും അറിയണ്ട എന്ന ലെവലിലും വന്ന് കിടന്നതാണ് അനുമോള് അവിടെ. അപ്പോൾ അവിടെ വന്ന് കിടന്ന വ്യക്തിയെ വരെ കളിയാക്കി വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഈ 2 പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ നെവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് വിട്ടുകളഞ്ഞു. ഇനി അതിനൊന്നും കണക്കിൽ കൂട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ അക്ബർ ആര്യനെ സംസാരിച്ച സംസാരം കണ്ടപ്പോൾ സമയത്തുണ്ടല്ലോ എനിക്ക് പുച്ഛമാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. ഒരാളെ അതുപോലെ ദ്രോഹിക്കാവുന്നതിന്റെ മാക്സിമം ദ്രോഹിച്ചിട്ട് ആ ആൾക്കും മനസ്സിന് വിഷമവും സങ്കടവും അതിനുണ്ട്. അതൊരു മനുഷ്യൻ തന്നെയല്ലേ. അല്ലാതെ വാശിക്ക് ഞാൻ വേറെ ഏതെങ്കിലും ബെഡിൽ കിടക്കാന്ന് പറയാനായിട്ട് തോന്നില്ല. വാശി വരുന്ന സമയത്ത് നമുക്ക് വേറെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് മാറി കിടക്കണം എന്ന് തന്നെ തോന്നുള്ളൂ. പ്രത്യേകിച്ച് ആ വീട്ടിൽ തനിക്ക് വേണ്ടി ആരുമില്ല, കൂട്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് പോലും തനിക്കില്ല എന്ന് തോന്നുന്ന ആ സമയത്ത് അവിടെ ആകെ കൂടെ നിന്നിട്ടുള്ളത് ഷാനവാസ് അനീഷ് മാത്രമാണ്. ബാക്കി ആരും തന്നെ അവിടെ എതിർത്ത് സംസാരിക്കേ ഒന്നും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് അനുമോൾക്ക് റൂമിലേക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അനീഷിന്റെ അടുത്ത് അവിടെ പറയുന്നുണ്ട്, എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഞാൻ വന്നോളാം, എനിക്ക് ആരെയും ഫേസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്ന് അനു തന്നെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന് കിടന്നതിനും അതിനെയും കുറ്റം കണ്ടെത്തുന്നു. ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സത്യം പറയല്ല, സിമ്പതിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ വാശിയാണെന്നുണ്ടെങ്കിൽ വാശി പുറത്ത് ആ ബെഡിൽ തന്നെ കിടന്നുറങ്ങുമായിരുന്നു. സത്യത്തിൽ ഞാനൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ബെഡിൽ തന്നെ കിടക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു, വാശി കാണിക്കാനായിട്ട്. അപ്പൊ അനുമോൾ അതിൽ കിടക്കാതെ മാറി കിടന്നല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. നമുക്ക് വാശി ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാ പറയാ, എന്തൊക്കെയാ ചെയ്യാന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അതാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നതും. ഇപ്പൊ നെവിനും അക്ബറും ആര്യനും അവരെന്തോ മാസ് കാണിക്കുകയാണെന്നാണ് അവരുടെ വിചാരം. പക്ഷെ 3 കൂടി ചേർന്ന സമയത്ത് ബിഗ് ബോസ് വീട്ടിൽ ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ അത് ഇപ്പോൾ എക്സ്പോസ് ആയിരിക്കുകയാണ്. ബിഗ് ബോസിന് തന്നെ ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ട് വരുന്ന സമയത്ത് അനുമോളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്, അനുമോൾ കിടന്നത് കൊണ്ടല്ലേ നിവിൻ വന്ന് വെള്ളം തെളിച്ചത്? നിവിൻ ജസ്റ്റ് മുഖത്തേക്ക് വെള്ളമല്ലേ തെളിച്ചുള്ളൂ. അനുമോള് കുപ്പിയിൽ വെള്ളം കോരി ഒഴിച്ചത് കൊണ്ടല്ലേ നിവിൻ വന്ന് വെള്ളം ഒഴിക്കാൻ നിന്നത്? നിവിൻ വെള്ളം ഒഴിക്കാൻ നിന്ന സമയത്ത് അനുമോൾ എന്തിനാ ബെഡിന്റെ മുകളിൽ കയറി നിന്നേ? അതുകൊണ്ടല്ലേ ബെഡിൽ ഒഴിച്ചത്? ഇതായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നെവിൻ അവിടെ വെളുത്തേ, അപ്പൊ നെവിന്റെ കാര്യം അവിടെ തീർന്നു. അപ്പൊ നെവിനെ വിളിപ്പിക്കാനുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവാനായിട്ട് പോകുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ അതാണ്. ഇനിയിപ്പോ ചോദിക്കും, അനുമോൾ ഇത്രയും ബെഡ് ഉണ്ടായിട്ട് എന്തിനാണ് അനുമോൾ അവിടെ പോയി കിടന്നത്? അത് സിമ്പതിക്ക് വേണ്ടിയിട്ടാണെന്ന് അവര് എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ അത് ചിരിക്കും. ശരി. ഇതൊക്കെ തന്നെയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ സ്ഥിരം കാണുന്നത് എന്നുള്ളതുകൊണ്ട് പിന്നെ ഇപ്പൊ കൂടുതലും നമ്മൾ പ്രതീക്ഷിക്കണ്ടല്ലോ. ഇനിയിപ്പോ അവര് ഫുഡ് ഉണ്ടാക്കാത്ത വിഷയമാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ലാലേട്ടൻ ചോദിക്കും, നേരം വൈകിട്ടാണ്, അപ്പൊ ഫുഡ് ഉണ്ടാക്കണം എന്ന് അറിഞ്ഞൂടെ? അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഫുഡ് ഉണ്ടാക്കണ്ടായിരുന്നോ? അപ്പൊ മറ്റുള്ളവർക്ക് ആരും വിശന്നു എന്ന് പറഞ്ഞില്ല ലാലേട്ടൻ, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചെങ്കിൽ ഫുഡ് ഉണ്ടാക്കി തരുന്നില്ല, നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ടല്ലേ ഫുഡ് ഉണ്ടാക്കി തരാത്തത്? ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ കാണാൻ പോകുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കേട്ടോ. ഇതിൽ കൂടുതൽ എന്താണ് അവിടെ സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിവിൻ എന്ന മത്സരാർത്ഥിയെ
വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് ലാലേട്ടൻ അവിടെ ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ നിൽക്കരുത്, എക്സ്പ്ലനേഷൻ പോലും അവൻ്റെ അടുത്ത് ചോദിക്കാൻ നിൽക്കരുത്, എടുത്തങ്ങ് തൂക്കിയെടുത്ത് വെളിയിൽ കളയണമെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ തോന്നുന്നത്. രാവിലെ തന്നെ ഇന്ന് ഉഗ്രം ഫൈറ്റ് നടക്കുന്നുണ്ട് ഷാനവാസും കാര്യങ്ങളായിട്ട്. അവിടെ എനിക്ക് തോന്നുന്നു പാത്രം കഴുകി വെച്ച പാത്രത്തിൽ വൃത്തിയില്ല, ഇനി വീണ്ടും കഴുകി തന്നാലേ ഞങ്ങൾ അവിടെ കുക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അടി നടക്കുന്നതെന്നാണ് തോന്നുന്നത്. അനുമോൾ നീ പോടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് അവിടെ കഴുകി വെച്ച പാത്രമാണ്, ഇനി അതിലെന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെള്ളം ചുറ്റിച്ച് കഴുകാൻ വേണ്ടോ, അത് നിങ്ങൾ ചെയ്യില്ല, കിച്ചണിലുള്ള ആൾക്കാർ തന്നെയാണ് അത് ചെയ്യാറ്. അപ്പൊ ഇവര് ഇല്ല ഞങ്ങൾ ചെയ്യില്ല, കഴുകി തന്നാൽ മാത്രമേ കുക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വാശിയും പ്രശ്നവും വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഷാനവാസിന്റെ കയ്യിൽ നിന്ന് പാല് തട്ടിത്തെറിപ്പിച്ച് നെവിൻ അവിടെ പാല് മുഴുവൻ ഷാനവാസിന്റെ ദേഹത്തേക്ക് ഒഴിക്കുന്ന സീനൊക്കെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസിന്റെ സ്ഥാനത്ത് വേറെ വല്ലവരായിരുന്നു എന്നുണ്ടെങ്കിൽ മൂക്കിടിച്ച് പറത്തിയിട്ട് ഇറങ്ങി പോരേണ്ട ഒരു അവസ്ഥയാണ്. എങ്ങനെയാണ് നിവിനെ തല്ലാതെ കൺട്രോൾ ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷാനവാസ് തല്ലിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തല്ലിയുണ്ടെങ്കിൽ അതിലും പ്രമോല് വന്നേനല്ലോ. ഷാനവാസിന്റെ കൺട്രോൾ സമ്മതിച്ചേ പറ്റൂ. ആർക്കാണ് കൺട്രോൾ കിട്ടുക? ഈ വക കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് മൂന്നെണ്ണം കൂടിയിട്ട് ഇതുപോലെ വാശി പിടിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കില്ല, ഞങ്ങളുടെ സൗകര്യത്തിന് ഉണ്ടാക്കി തരും, വേണമെങ്കിൽ തിന്നോ, ഞങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കിയതല്ല തിന്ന് അവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ അനുമോളൊക്കെ എന്ത് പറയണം? എത്ര ആഴ്ചകളായിട്ട് ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഇത്രയും ആഴ്ചകളിൽ ആകെ 2 ആഴ്ച 3 ആഴ്ച ഞങ്ങളുടെ അനുമോള് കിച്ചണിൽ കയറാത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളിലും കിച്ചണിൽ കയറി ഇവർക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതും എത്ര ആൾക്ക്? അപ്പോ വലിയ കാര്യത്തിൽ വെട്ടി വിഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് അനുമോളുടെ കുറ്റവും പറഞ്ഞിട്ട് ഇപ്പോ വെച്ചുണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് 3 പേർക്കും വയ്യ, മടി. പിന്നെ എന്തിനാണ് ഈ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തത്? ഇവർക്ക് ഏറ്റെടുക്കാതിരുന്നൂടെ? 3 ഡ്യൂട്ടിയാണ് എവിടെ ഇട്ടായിരുന്നു. 3 ഡ്യൂട്ടിയിലേക്ക് 3 ആൾക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട് പോയി കൂടായിരുന്നു. അപ്പൊ അവർക്ക് പറ്റത്തില്ല. അനുമോളെ കിച്ചണിലേക്ക് കയറ്റില്ല, അനുമോൾക്ക് 8 പണി കൊടുക്കണം, പാത്രം കഴുകാൻ കൊടുക്കണം, അതുകൊണ്ട് വെസൽ ടീമിലേക്ക് ഇടുന്നു എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം കയറി കിച്ചണിൽ കയറി, എന്നിട്ട് 3 എണ്ണത്തിനും പണിയാനായിട്ട് വയ്യ. ഇതിനെയാണ് പറയുന്നത് ശുദ്ധ പോക്കൃത്തരം, തെമ്മാടിത്തരം എന്ന് പറയുന്നത്. ഇവിടെ ലക്ഷ്യം മറ്റാരുമല്ല, അനുമോളും ഈ പറയുന്ന ഷാനവാസുമാണ് മെയിൻ ആയിട്ട് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവരോട് 2 പേരോടാണ് അവിടെ ഉള്ളവർക്ക് ഏറ്റവും കലിപ്പ് അനുമോളാണ്. അനുമോളോടുള്ള കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ. അനുമോൾക്ക് PR ഉണ്ട്, അതുകൊണ്ട് PR വെച്ചിട്ട് അനുമോൾ സിമ്പതി വോട്ട് നേടിയിട്ട് വിജയിച്ചോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR ഇല്ലാത്ത നിങ്ങൾ അവിടെ ആരും പറയുന്നുണ്ടായിരുന്നു PR ഇടുന്ന, അക്ബർ പറയുന്നുണ്ടായിരുന്നു PR ഇടുന്നു. അപ്പൊ PR ഇല്ലാത്ത നിങ്ങളാണോ? അപ്പൊ ഈ വർത്താനം പറയാനായിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? പുറത്ത് നിങ്ങളുടെ PR കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ്? അപ്പൊ എല്ലാവർക്കും PR ഉണ്ട്. PR ഉണ്ടെങ്കിൽ തന്നെ അവിടെ കാണിക്കുന്നതിന് ഒരു മര്യാദ വേണം. പിന്നെ കണ്ടന്റ് കൊടുക്കാനും കഴിയണം. നെവിനും അക്ബറും ആര്യനും ഒക്കെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ കണ്ടന്റ് കൊടുക്കുന്നത് പക്ക നെഗറ്റീവ് ആവുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പൊ ഏറ്റവും നെഗറ്റീവ് അവിടെ സ്പ്രെഡ് ചെയ്യുന്നത് നെവിനാണ്. നെവിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടാണ് അക്ബറും ആര്യനും ഇത്രയും നെഗറ്റീവ് ആവുന്നത്. നമ്മൾ പറയില്ലേ പഠിക്ക് കൊണ്ടുപോയിട്ട് കാലോടക്കാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ അക്ബറുടെയും ആര്യന്റെയും നെവിന്റെയും വിഷയത്തിൽ സംഭവിച്ചത്. ഒരുപാട് പ്രേക്ഷകർക്ക് ഇവരെ ഇഷ്ടമുള്ളവരുണ്ട്, നെവിനൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ വന്നത് ഇവര് 3 പേരും പഠിക്ക കൊണ്ട് കലടച്ചു. എന്ന് വെച്ചാൽ വെറും 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കുകയാണ് ഇവർ ഈ തോന്നിവാസങ്ങൾ മുഴുവൻ കാണിക്കുന്നത്. അപ്പൊ കാണുന്ന പ്രേക്ഷകർക്ക് അതുപോലെ നെഗറ്റീവ് അടിക്കുന്നുണ്ട് നെവിന്റെ വിഷയത്തിലൊക്കെ വരുന്ന സമയത്ത്. അങ്ങനെ നോക്കുമ്പോൾ നെവിനാണ് ഇപ്പൊ അനുമോളുടെ PR എന്നാണ് ഞാൻ പറയുള്ളൂ. അനുമോൾക്ക് PR ഇപ്പൊ നെവിൻ ആയതുകൊണ്ട് തന്നെ അനുമോളുടെ ഇവിടെ ഇത് ഗ്രാഫ് കൂടും, നെവിന്റെ ഗ്രാഫ് താഴും. ഈ ആഴ്ച നെവിൻ പുറത്തു പോകുന്നതാണ് നെവിൻ വിചാരിക്കുന്നത്. അപ്പൊ പുറത്തു പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്തു കൂട്ടാൻ പറ്റും അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു. ദേഷ്യവും വൈരാഗ്യം അല്ലാന്നുണ്ടെങ്കിൽ ഗെയിമിന്റെ ഭാഗമായിട്ട് കാണിക്കുന്നതോ എന്തോ ആയിരിക്കാം. പക്ഷെ എന്ത് ഗെയിം ആണെന്നുണ്ടെങ്കിലും ഒരാളെ മെന്റൽ ടോർച്ചർ ചെയ്യുന്നതിനും ഹരാസ്മെന്റ് ചെയ്യുന്നതിനും ഒരു പരിധിയുണ്ട്. അതിന് ഗെയിം ഒന്നും നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കില്ല. നെവിൻ വിചാരിക്കുന്നത് അവിടുത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് അനുമോള്. അനുമോൾക്ക് എതിരെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഏറ്റവും പോസിറ്റീവായി നിൽക്കുന്ന ആളും അല്ലെങ്കിൽ ഏറ്റവും ഫാൻ സപ്പോർട്ടുള്ള ആളെ എതിർത്ത് നിൽക്കുന്ന ആൾക്ക് അതുപോലെ ഫാൻ സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അനുവിനെ എതിർക്കുന്ന എല്ലാവരും കൂടി നെവിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ നെവിൻ അവിടെ പിടിച്ചു നിൽക്കാൻ ഒരു പക്ഷെ സാധിച്ചാലോ എന്നായിരിക്കാം ചിലപ്പോൾ നെവിൻ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ആഴ്ച എന്തായാലും പുറത്തു പോകും, അപ്പൊ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് പോവാം എന്നായിരിക്കും ഒരു പക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്തായിരിക്കും നെവിന്റെ മനസ്സിൽ നിന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ ഗെയിം ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗെയിമാണ്. ഈ ചീപ്പായിട്ടുള്ള ഈ ഗെയിമിനെ ഇനിയിപ്പോ കിച്ചണിലത്തെ കാര്യം വരുമ്പോഴും ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ ആ പാത്രം ഒന്ന് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നിരുന്നില്ലേ? നിങ്ങൾക്ക് ഒന്ന് പൈപ്പിന്റെ ഇടയിൽ ഒന്ന് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ അവർ കുക്ക് ചെയ്യായിരുന്നില്ലേ? ഇതൊക്കെ തന്നെയാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ലാലേട്ട
അവിടെ നിങ്ങോട്ട് വരണമെന്നില്ല, വീക്കെൻഡ് എപ്പിസോഡ് തന്നെ നമുക്ക് വേണമെന്നില്ല. എന്ന് വെച്ചാൽ കണ്ട് നമുക്ക് മടുത്തു. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിട്ട് 3 പേരെ അലക്കി വെളുപ്പിക്കാനായിട്ട് വരുന്ന ആ പരിപാടി നിർത്തിയിട്ട് അവിടെ തെറ്റ് ചെയ്തവരെ ചോദ്യം ചെയ്യണം. ഇന്നേ വരെ നിവിനെ ഒരു വിഷയത്തിൽ പോലും ചോദ്യം ചെയ്യുകയോ വാണിംഗ് ചെയ്യുകയോ ചെയ്തിട്ടില്ല, കട്ടിട്ടും മോഷ്ടിച്ചിട്ടും ഒക്കെ ഉണ്ടെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് നിവിൻ ഇപ്പോൾ ഇത്രയും തോന്നിവാസങ്ങൾ അവിടെ കാണിച്ചു കൂട്ടുന്നത്. ഈ അവസാന നിമിഷത്തിലെങ്കിലും നിവിനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടേണ്ട ഒരു അവസ്ഥയാണ് ഞാൻ നോക്കി കാണുന്നത്. ഇനി ബിഗ് ബോസും ടീമും ഇവരെ വെളുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ പ്ലാനിങ്ങുകളാണ് നടത്തുന്നതെന്ന് നമുക്ക് കണ്ടറിയാം.